കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നതാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന സൂചന നൽകി വോട്ടർമാരുടെ പ്രതികരണങ്ങൾ. പരമ്പരാഗത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറ്റിയെഴുതുന്നതാകും പൊതു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വിലയിരുത്തുകയാണ് വോട്ടർമാർ. ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ ബത്തലായി NDAയാണ് കാണുന്നത് എന്ന് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. എറണാകുളം നഗരത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോകാം അല്ലേ. പാവങ്ങൾക്ക് ജീവിക്കാനുള്ളത് തരട്ടെ ആരെങ്കിലുമൊക്കെ. ഞാനുള്ള കാര്യം നോക്കി പറയും. രണ്ട് കള്ളന്മാരെന്ന് പറഞ്ഞാൽ ആരാ? LDF UDF. ഒരു 100% സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയണത്. അല്ലെങ്കിൽ തിരുവനന്തപുരം അവർ കൊണ്ടുപോകില്ല. മാറ്റത്തിന് വേണ്ടി വോട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ജനം കഴുതയായി പോകില്ലേ. ഫുള്ള് സെറ്റിട്ട് അത്ര നല്ലതാ അയ്യപ്പനെ ദ്രോഹിച്ചവർ. ഡബിൾ എഞ്ചിൻ സർക്കാർ അത് തന്നെ, മോഡിയുടെ ടീം തന്നെ ഇങ്ങോട്ട് വരണമെന്നുള്ളതാണ് ആൾക്കാർക്ക് ആഗ്രഹം. അപ്പോൾ അവിടുത്തെ എല്ലാ പദ്ധതികളും പലതും ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, കുറച്ചൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയില ഇതൊന്നും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് ഇപ്പോൾ ഏത് ആശുപത്രി പോലെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ആഗ്രഹം താമര വരണം എന്നുള്ളതാണ്. എപ്പോഴും എല്ലാവർക്കും ശക്തി ഒരാൾക്കല്ല, എല്ലാവർക്കും മാറ്റം വരണം. ബാക്കി എല്ലാവരെ കൊണ്ട് നമുക്ക് മറുത്തുപോയി. നല്ലൊരു താമര വിരിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും പേര് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയാത്ത, പക്ഷേ 3 സ്ഥാനാർത്ഥികളും നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. നമുക്ക് നാടിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ജയിച്ചു വരട്ടെ. ഇന്ത്യക്ക് നല്ല സാധ്യതകളാണല്ലോ, ഇപ്പോൾ നല്ലൊരു ലീഡർഷിപ്പാണല്ലോ ഉള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതങ്ങനെ തന്നെ ഓൾ ഓവർ ഇന്ത്യ വരുന്നതും നല്ല കാര്യം തന്നെ. ഇത് ഈ തവണ BJP ഒരു വിധം കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മോദിയുടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ ആയിട്ട് ഇപ്പോൾ നല്ല വികസനമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് എറണാകുളത്തായി കഴിഞ്ഞാൽ ഇവിടെയും വികസിക്കുമല്ലോ. ഒരു 100%-ൽ 90% BJP മിക്കവാറും കിട്ടും. രേഷ്മ ബാബുവാണ് നമുക്കിപ്പോൾ ചേർന്നത്. രേഷ്മ, വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത് അല്ലെ. മാറ്റം വരുന്നതിന് വേണ്ട കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അതായത് നല്ല ലീഡർഷിപ്പ്, ചെയ്ത പ്രവർത്തനങ്ങൾ, ഇനി അവർക്കേ ചെയ്യാനാകൂ എന്ന തിരിച്ചറിവ്. അപ്പോൾ ആ 3 പോയിന്റുകൾ അത് എല്ലാ വാക്കുകളിലും എല്ലാവരുടെ പ്രതികരണത്തിലും വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ കഴുതയായി പോകും, ഇനിയും ഇടതിനെയും വലതിനെയും ജയിപ്പിച്ചാൽ ഞങ്ങൾ കഴുതയാണ് എന്നാണ് അർത്ഥം എന്ന തിരിച്ചറിവാണ് ആ മനുഷ്യർക്ക് എന്നുള്ളതാണ്. എന്തായാലും ഇത് എറണാകുളത്തെ ജനങ്ങളുടെ പ്രതികരണം മാത്രമായി നമ്മൾ കാണേണ്ടതില്ല, ഇതൊരു പൊതുജന വികാരമാണ്. എന്തായാലും നമുക്ക് രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, ഈ എറണാകുളത്തുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടത്, എങ്കിലും ഇത് തന്നെയാണ് കേരളത്തിലെ ഓരോരുത്തർക്കും പറയാനുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പല മണ്ഡലങ്ങളിലേക്കും പോയതാണ്, പല ആളുകളുടെയും പ്രതികരണങ്ങൾ തേടിയതാണ്. എല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ വാക്കാണ്: മാറ്റം വേണം, മാറ്റം വന്നേ മതിയാകൂ എന്ന്. അതെ രാഖി, ഒരു മാറ്റത്തിനുള്ള ഒരു വിധിയെഴുത്താണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമുക്ക് ആ സ്ത്രീ വോട്ടർ തന്നെ പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് 2 കള്ളന്മാരെന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികളെയാണ്. അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ഇടത് വലത് മുന്നണികളുടെ ഭരണത്തിൽ അവർ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇനിയെങ്കിലും തങ്ങൾക്ക് ഒരു വികസനത്തിലേക്ക് കടക്കണം, തങ്ങൾക്ക് വിജയിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ NDAയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാനായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് നമ്മൾ സംസാരിച്ച ഓരോ വോട്ടർമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവർക്ക് കൃത്യമായിട്ട് കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, വികസനപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഏത് വിധത്തിൽ ഈ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകണം, തങ്ങളുടെ ജീവിത രീതികൾ മുന്നോട്ട് പോകണം, എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി അല്ലെങ്കിൽ സർക്കാർ പ്രവർത്തിക്കേണ്ടത്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മുതൽ എല്ലാവർക്കും അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സമീപനങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഭരിച്ചിരുന്ന ഇടത് വലത് മുന്നണികൾക്ക് അവരുടെ ആ ഒരു സമീപനത്തിനൊത്തോ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്തോ ഉയരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി അവർക്ക് ആകെയുള്ള പ്രതീക്ഷ NDAയാണ്. ശക്തമായിട്ടുള്ളൊരു മാറ്റത്തിന്റെ കാറ്റ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ അലയടിക്കുമെന്നുള്ളതാണ് ഓരോ വ്യക്തികളും ഓരോ വോട്ടർമാരും പറയുന്നത്. അതായത് അവർക്ക് കേന്ദ്ര സർക്കാരിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളോട് എല്ലാ കാലഘട്ടത്തിലും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളോടുള്ള അവരുടെ മുഖം തിരിച്ചുകൊണ്ടുള്ള സമീപനത്തിനോടുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഇത്തവണത്തെ വോട്ടായിട്ട് മാറുക എന്നുള്ളതാണ് ഓരോ വോട്ടർമാരും പറയുന്നത്. അത് മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട്, NDAയുടെ പ്രകടന പത്രിക, ഇതൊക്കെ തന്നെ ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. അവർ വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അവർക്ക് ആശയമുണ്ട്
NDAയുടെ ഭരണം വരികയാണെങ്കിൽ NDAയ്ക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ സർക്കാർ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു നല്ലൊരു വികസനത്തിലേക്ക് കുതിക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷ വയ്ക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എല്ലായിടത്തു നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആശ മാത്രമല്ല നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷ, ആത്മവിശ്വാസവും NDA മുന്നണിയിലുള്ള ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. കാരണം പ്രകടന പത്രികയിലൊക്കെ തന്നെ ജനകീയമായിട്ടുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനകീയമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ആവശ്യങ്ങൾ ഓരോന്നായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അതുമാത്രമല്ല NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഓരോ മണ്ഡലത്തിലെ ആളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അഗ്രഗണ്യരായിട്ടുള്ള അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ പ്രൊഫഷണലുകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലായിക്കോട്ടെ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ്. അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. അതൊക്കെ തന്നെ വോട്ടായി മാറും. എന്തായാലും വോട്ടർമാരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ NDAയ്ക്ക് വലിയ രീതിയിലുള്ള മുൻതൂക്കം നൽകുന്നുണ്ട്. ഇടത് വലത് മുന്നണികളോട് വോട്ടർമാർക്ക് വലിയൊരു നിഷേധാത്മക സമീപനമുണ്ട്. കാരണം ഇത്ര നാളായിട്ടും കേരളം ഇത്തരത്തിൽ വികസനത്തിൽ മെല്ലെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇടതിൻ്റെയും വലതിൻ്റെയും ഇത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടില്ലായ്മയാണെന്നാണ് വോട്ടർമാരോട് പറയുന്നത്. അതുമാത്രമല്ല ഈ ശബരിമല സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു സമീപനമുണ്ട്. ഏത് വിധത്തിലാണ് ഇടത് വലത് മുന്നണികൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയെ കണ്ടിട്ടുള്ളത്? അയ്യപ്പ ഭഗവാന്റെ സ്വർണം കട്ടവർക്ക് വോട്ട് കൊടുക്കില്ല എന്ന് പോലും നേരിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ വോട്ടർമാർ പറയുന്ന ഒരു സാഹചര്യം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ളൊരു മാറ്റത്തിലേക്കാണ് നിയമസഭ അല്ലെങ്കിൽ കേരളം പോകുന്നത്. വോട്ടർമാരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അത്തരത്തിൽ NDAയ്ക്ക് കൂടുതൽ പ്രതീക്ഷയും ആശയും നൽകുന്നുണ്ട്. രാഖി.